എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താണെന്നല്ലേ, ഇന്ന് ഒരു ചിക്കൻ റോസ്റ്റാണ്. 400 ഗ്രാം ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 2 വലിയ സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂണ് മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വലിയ സവോള, മീഡിയം സൈസ് തക്കാളി, 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത്ര സാധനങ്ങളാണ് ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഏകദേശം 2 വലിയ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് എണ്ണ ചൂടായല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചതേ ഉള്ളൂ, ഞാൻ അരിഞ്ഞെടുത്തതല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കണം. ഒരു വലിയ സവോളയാണ്, ഒത്തിരി വലുതല്ല എങ്കിലും ഒരു വലിയ സവോള നമുക്ക് പറയാം. അതിട്ട് കൊടുത്തു ഞാൻ, കാരണം നമ്മുടെ കയ്യിലൊരു 400 ഗ്രാം ചിക്കനല്ലേ ഉള്ളൂ, അതുകൊണ്ടാട്ടോ. അതിനുശേഷം കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഞാൻ സവോളയുടെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. അതായത് സവോള ബ്രൗൺ കളർ ആയിട്ടില്ല, എന്നാലും സവോളയിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് പാനിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പൊടികളായിട്ടുള്ള ചിക്കൻ മസാല 1 വലിയ സ്പൂണ്, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയായിട്ടെല്ലാം മിക്സ് ചെയ്തെടുക്കണമല്ലോ. മസാല എല്ലാം നന്നായി ചൂടായി വന്നു, പച്ചമണം എല്ലാം മാറി. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഒന്ന് ചേർത്ത് കൊടുത്തു. തക്കാളി ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് നമ്മുടെ സവോളയിലേക്കെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് അത് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ മസാലയായിട്ടെല്ലാം മിക്സ് ആയി വരണം നമ്മുടെ തക്കാളി. അപ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കുറച്ച് ചിക്കനേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ, ആ ചിക്കൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ പോവുകയാണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണമല്ലോ. ചിക്കനിലേക്ക് ഞാൻ വേറെ വെള്ളമോ ഒന്നും ചേർക്കുന്നില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഇതിൽ നിർത്താം കേട്ടോ. അപ്പം നന്നായിട്ട് ഇതുപോലെ ചിക്കൻ ആ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ചിക്കന് നല്ലൊരു ഫ്ലേവറൊക്കെ ആവും. നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ കുരുമുളക് ചേർക്കുന്നത് നല്ലതാട്ടോ. എനിക്ക് ഇങ്ങനത്തെ ചിക്കൻ റോസ്റ്റിനൊക്കെ കുരുമുളകിൻ്റെ ഫ്ലേവർ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഇളക്കി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാനും മസാല അതിലേക്ക് കൂടുതലായിട്ട് ചേരാനുമാണ്. ശേഷം ഞാനൊരു അടുപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ ശേഷമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെള്ളമൊന്നും ചേർത്തില്ല, പക്ഷേ ഈ വെള്ളം ഇവിടെ നിന്നൊന്നും, അതെ, ചിക്കനകത്തെ വെള്ളം തന്നെയാണ് കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം ചിക്കൻ നന്നായിട്ട് കുക്കാവുന്നുണ്ട്. അതിനകത്ത് വെള്ളമെല്ലാം ഇറങ്ങി നല്ല ജ്യൂസി പരുവായി. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതിനുവേണ്ടി ഞാൻ പാൻ തുറന്നു കേട്ടോ. പാൻ്റെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. കണ്ടോ, വെള്ളമെല്ലാം വന്നിട്ടില്ലേ. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ ഇളക്കിയിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് അടിയിൽ പിടിക്കാതിരിക്കാനും ചിക്കൻ നന്നായിട്ട് വേകാനും വേണ്ടിയാണ്. ഈ ഒരു പ്രോസസ്സ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നിങ്ങൾ മറക്കരുത്. ചിക്കൻ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പോയിട്ട് തന്നെ ചിലപ്പോൾ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നന്നായിട്ട് കുക്കാവാനും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്ത് മസാല എല്ലാം കൂടെ എല്ലായിടത്തും എത്തണം. കാരണം ഓൾറെഡി മിക്സ് ചെയ്യപ്പോൾ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്, എങ്കിലും നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനയിലും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നി കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാവേ, ഇഷ്ടമുള്ള പാത്രവും എല്ലാം യൂസ് ചെയ്യാനൊന്നും ഒരു ഇഷ്യൂ ഒന്നും ഉള്ള കാര്യമല്ല. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിലായി കുക്ക് ചെയ്യുന്നേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചിക്കന് വീണ്ടും നമ്മൾ കുക്ക് ചെയ്തപ്പോഴത്തേക്കും ചിക്കൻ്റെ ജലാംശം എല്ലാം ഇതിലോട്ട് ഇറങ്ങി എല്ലാം മിക്സായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ല ഫ്ലേവർ ആയതുകൊണ്ട് നല്ലൊരു മണമുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരുവം. ചിക്കൻ ഞാൻ തുറന്ന് കാണിക്കുവാണേ. നോക്കിയേ, വെള്ളമെല്ലാം പറ്റി നന്നായി കുക്കായി വന്നിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ചിക്കൻ നല്ല പാകത്തിനായിട്ടുണ്ട്. എനിക്കിത് നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടം തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ കുരുമുളകൊക്കെ ഇട്ട് നല്ല ഫ്ലേവറോട് കൂടി
ഇങ്ങനത്തെ ചിക്കൻ റോസ്റ്റും നല്ലതല്ലേ. അപ്പോൾ ഞാനിതൊന്ന് ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് പ്ലാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾക്ക് കൊതി തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് ടേസ്റ്റിയുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. കൂടുതൽ കാഴ്ചകളും കൂടുതൽ നല്ല റെസിപ്പീസുമായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ അത് കൂടുതൽ അനുഗ്രഹമായിരിക്കും എന്ന് കരുതുന്നു. പെട്ടെന്ന് ചിക്കൻ ആയിട്ടില്ലേ? എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.